ഫ്രണ്ട്സ്, ഒരു സ്ഥലത്ത് ഒരു ചെക്കൻ ഉണ്ടായിന്. ഓന്റെ ആഗ്രഹമാണ് സ്വന്തമായിട്ട് മുട്ടിയിരുന്ന ഒരു കോഴിക്കൂടും വാങ്ങണം. അതിനും വേണ്ടിട്ട് ഓൻ കുടുംബക്കാരോട് പൈസ വായ്പൊക്കെ വയ്ക്കൂ. പക്ഷെ ആരും ഓനക്ക് വായ്പ കൊടുക്കൂല. എന്നാലും ഓൻ തളരൂല. ഓൻ ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കും. പണിയെടുത്ത് തളർന്നു പോകുമ്പോ ഓന്റെ മനസ്സിൽ കോഴിയും ആ കോഴി തരുന്ന മുട്ടിയും മാത്രമാണ്. അതുകൊണ്ട് ആ തളർച്ചയൊന്നും കാര്യാക്കാണ്ട് ഓൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ആക്കും. എന്നിട്ടൊരു മുട്ടക്കോഴി ഒരു കോഴിക്കൂടും വാങ്ങും. എപ്പോ അതിന് തിന്നാൻ ചോറും കുടിക്കാൻ വെള്ളവും കൊടുക്കൂ. എല്ലാ ദിവസവും രാവിലെ പോയിട്ട് കോഴി മുട്ടിയിട്ടാ നോക്കൂ. പക്ഷെ കോഴി മുട്ടിയിടൂല. ഓനാകെ ബേജാറായിട്ട് അവിടെ കുത്തിയിരിക്കും. വീട്ടുകാരെല്ലാം കോഴിനെ നാർന്നെന്നും പറഞ്ഞിട്ട് ഓനെ കലമ്പൂ. ചെങ്ങായിമാരെല്ലാം ഓനെ പരിഹസിക്കാൻ തുടങ്ങും. നാണക്കേട് വിചാരിച്ചിട്ട് ഓനാ കോഴിനെ ഓന്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾക്ക് കൊടുക്കൂ. അയാൾ പുറക്കൊണ്ട് പോയിട്ട് കാർബോർഡിന്റെ പെട്ടിയിലിട്ട് പൊത്തി വെക്കൂ. എന്നിട്ട് അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി പെട്ടി തുറക്കുമുണ്ടാവും. കോഴി പെട്ടിയിൽ മുട്ടിയിട്ടില്ലേ. സന്തോഷം കൊണ്ട് അയാളെ വീട്ടുകാർ തുള്ളിച്ചാടും. എന്നിട്ട് അയാൾ ആ മുട്ടിയെടുത്ത് പുൾസൈ അടിച്ച് തിന്നു. നമ്മളെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. ആ പ്രതിസന്ധികളിൽ തളർന്നിട്ട് നമ്മളെ ലക്ഷ്യം പകുതിക്ക് ഇട്ടിട്ട് നമ്മൾ തിരിഞ്ഞു പോകാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാവും. ഇയാൾക്ക് ഈ കോയിലെ മുട്ട കിട്ടിയ പോലെ നിങ്ങൾക്കും നാളെ ഒരു മുട്ട കിട്ടും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടാ.